ടീ ടൈം സ്നാക്കായി സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഹോട്ട് മിൽക്ക് വാനില കേക്ക്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എൻ്റെ പേര് ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്തൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് പാലും ബട്ടറും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുകയാണ് ഞാൻ. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അടുത്തത് മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇവ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും നന്നായി പതഞ്ഞു വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയും ചേർത്ത് 1 മിനിറ്റ് തുടർച്ചയായി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ മിക്സ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓവറായിട്ട് മിക്സ് ആകരുത്. അടുത്തത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു സ്പാറ്റില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. വളരെ ജെന്റിലായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതും വളരെ ജെന്റിലായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ 36 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് ഒരു ടവൽ വിരിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ടവൽ വിരിക്കുന്നത്. ചൂടാറി വരുന്നതനുസരിച്ച് ബേക്കിംഗ് പാനിൽ നിന്ന് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.